നമസ്കാരം, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. 2024 ഇടക്കാല ബജറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഏതൊക്കെ കമ്പനികൾക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. റൂറൽ ഏരിയാസിൽ 2 കോടി വീടുകൾക്കുള്ള പെർമിഷൻ ലഭിച്ചിരിക്കുകയാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട വാടക വീട്ടിലും ചേരി പ്രദേശങ്ങളിലും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ ആയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന എന്ന പദ്ധതിയിലൂടെ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ബെനിഫിഷ്യറീസ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളും സിമൻറ്റ് സെക്ടറിലുള്ള സ്റ്റോക്കുകളും സ്റ്റീൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളും പൈപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുമാണ്. ഏതൊക്കെ കമ്പനികൾക്കാണ് ഗുണം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, മഹേന്ദ്ര ലൈഫ് സ്പേസസ് ലിമിറ്റഡ്, ശോഭ ലിമിറ്റഡ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ലിമിറ്റഡ്, ഒബ്രോയ് റിയാലിറ്റി, സൺടെക് റിയാലിറ്റി, പുറവങ്കര ലിമിറ്റഡ്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, LIC ഹൗസിംഗ് ഫിനാൻസ്, PNB ഹൗസിംഗ് ഫിനാൻസ്, അപ്റ്റസ് വാല്യൂ ലിമിറ്റഡ്, ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ, ഹോം ഫസ്റ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, ആവാസ് ഫിനാൻസിയേഴ്സ്, ക്യാൻഫിൻ ഹോംസ്, സ്റ്റാർ ഹൗസിംഗ് ഫിനാൻസ്. അടുത്തതായിട്ട് സിമൻറ്റ് കമ്പനികളും ഹോം അസസറീസ് മേക്കിംഗ് കമ്പനികളും അതുപോലെ പെയിൻറ്റ് കമ്പനികളുമാണ്. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അൾട്രാടെക് സിമൻറ്റ് ലിമിറ്റഡ്, JK സിമൻറ്റ്, രാംകോ സിമൻറ്റ്, ഇന്ത്യ സിമൻറ്റ്, ആസ്ട്രാൾ, അപ്പോളോ പൈപ്സ്, പ്രിൻസ് പൈപ്സ്, ഹാരിയോം പൈപ്സ്, വീനസ് പൈപ്സ്, സെഞ്ചുറി പ്ലൈവുഡ്സ്, കജാറിയ സെറാമിക്സ്, സെറ ലിമിറ്റഡ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, കാൻസായി നെരോലാക്, ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. രാജ്യ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് 17% ഉയർത്തിയിരിക്കുന്നത്. 11.11 ലക്ഷം കോടിയാണത്. ഇതിൻ്റെ പ്രധാന ബെനിഫിഷ്യറീസ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്, NTPC, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്, ദിലീപ് ബിൽഡ്കോൺ, അശോക ബിൽഡ്കോൺ, J കുമാർ ഇൻഫ്രാ പ്രോജക്റ്റ്, HCC, NCC ലിമിറ്റഡ്. ഡിഫൻസ് കമ്പനികൾക്കും രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കും ആവശ്യമായ റിസർച്ചുകൾ ചെയ്യുന്നതിന് ഗവൺമെൻറ് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ ഇൻട്രസ്റ്റിലോ 50 വർഷം കാലാവധിയുള്ള 1 ലക്ഷം കോടി രൂപ ലോൺ അനുവദിക്കുന്നുണ്ട്. ചില ടെക് കമ്പനികൾക്കും ഡിഫൻസ് കമ്പനികൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻടെക് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ്, അദാനി ഡിഫൻസ് ലിമിറ്റഡ്, പാരാസ് ഡിഫൻസ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ലാർസൻ ആൻഡ് ടൂബ്രോ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്. 40,000 റെയിൽ ബോഗീസ് വന്ദേ ഭാരത് സ്റ്റാൻഡേർഡിലുള്ള ബോഗീസായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ബെനിഫിഷ്യറീസ് റെയിൽ കോച്ചൊക്കെ ഉണ്ടാക്കുന്നതും സപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള കമ്പനികളാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈറ്റഗർ വാഗൺസ് ലിമിറ്റഡ്, ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്, ടെക്സ്മാക്കോ ലിമിറ്റഡ്. കോൾ ഗ്യാസിഫിക്കേഷൻ്റെ കപ്പാസിറ്റി 100 മില്യൺ ടണ്ണായിട്ട് 2030 ഉയർത്താനായിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നു. കോളിനെ മറ്റ് ഇന്ധനമാക്കി മാറ്റുന്ന പ്രോസസ്സാണിത്. ഇതിൻ്റെ പ്രധാന ബെനിഫിഷ്യറീസ് ഏതൊക്കെ കമ്പനികളാണെന്ന് നോക്കാം. കോൾ ഇന്ത്യ, ഗെയിൽ ഇന്ത്യ, NTPC ലിമിറ്റഡ്. ദ്വീപുകൾ ബേസ് ചെയ്തിട്ടുള്ള ടൂറിസത്തിന് ഗവൺമെൻറ് ഈ ബജറ്റിൽ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിലുൾപ്പെടുന്ന പ്രധാന ഒരു ദ്വീപ് ലക്ഷദ്വീപാണ്. ടൂറിസം ഇൻഡസ്ട്രിക്കും ഹോട്ടൽ ഇൻഡസ്ട്രീസിനും ഇതുമൂലം ബെനിഫിറ്റ് കിട്ടുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഹോട്ടൽസ്, ചാലറ്റ് ഹോട്ടൽസ്, ഈസ് മൈ ട്രിപ്പ്, തോമസ് കുക്ക്, പ്രവേഗ് ലിമിറ്റഡ്. 1 കോടി വീടുകൾക്ക് റൂഫ് ടോപ്പ് സോളാർ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ മാസവും 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് ഗവൺമെൻറ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഗുണം സോളാർ കമ്പനികൾക്ക് ലഭിക്കുന്നു. കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്, വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ്, ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ്, ഇനോക്സ് ഗ്രീൻ ലിമിറ്റഡ്. ഇത്രയും കമ്പനികൾക്കാണ് 2024 ഇടക്കാല ബജറ്റ് കൊണ്ട് ഗുണം ലഭിക്കാനായിട്ട് പോകുക.